കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health. കച്ചേരിത്താഴത്ത് ഗർത്തം രൂപപ്പെട്ടതോടെ ഗതാഗതം നിയന്ത്രിക്കാൻ മുന്നിട്ടിറങ്ങി ഓട്ടോറിക്ഷ തൊഴിലാളി MJ ഷാജി. അധികൃതരുടെ ശ്രദ്ധക്കുറവ് നഗരത്തിൽ വീണ്ടും ഗർത്തം രൂപപ്പെടാൻ കാരണമെന്നും വിദഗ്ധ സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തണമെന്നും MJ ഷാജി ആവശ്യപ്പെട്ടു. കച്ചേരിത്താഴത്ത് വലിയ ഗർത്തം രൂപപ്പെട്ടതോടെ ഗതാഗതം നിയന്ത്രിക്കാൻ മുന്നിട്ടിറങ്ങി ഓട്ടോറിക്ഷ തൊഴിലാളിയായ MJ ഷാജി. തിങ്കളാഴ്ച രാവിലെ 9 പാലത്തിന് സമീപം ഗർത്തം രൂപപ്പെട്ട് സ്കൂൾ ബസ് അകപ്പെട്ടതോടെയാണ് നഗരത്തിൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടത്. തുടർന്ന് സ്ഥലത്തെത്തിയ MJ ഷാജി സ്വയം ഗതാഗത നിയന്ത്രണം ഏറ്റെടുക്കുകയായിരുന്നു. സ്കൂൾ ബസിന്റെ മുൻഭാഗത്തെ ഒരു ടയർ പകുതിയോളം ഗർത്തത്തിൽ താഴ്ന്ന വാഹനത്തിന്റെ മുൻഭാഗം റോഡിൽ ഇടിച്ചാണ് നിന്നത്. അധികൃതരുടെ ശ്രദ്ധക്കുറവാണ് നഗരത്തിൽ വീണ്ടും ഗർത്തം രൂപപ്പെടാൻ കാരണമെന്നും വിദഗ്ധ സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തണമെന്നും MJ ഷാജി പറഞ്ഞു. അന്ന് പരിശോധിച്ച് ഇത് ഉറപ്പ് നൽകിയതാണ് ജനങ്ങൾക്ക്. ഇത് ആവർത്തിക്കില്ലെന്നും ഇതിന്റെ ക്രിയാത്മകമായാണ് ഞങ്ങൾ അടച്ചിരിക്കുന്നതെന്നും അന്ന് വാഗ്ദാനം ചെയ്തതാണ്. പക്ഷേ വീണ്ടും നാളുകളായിട്ടുള്ളൂ, ഇത് വീണ്ടും അഗാധമായ കുഴിയിലേക്ക് രൂപപ്പെട്ടു. അപ്പോൾ ഇത് എങ്ങനെ വിശ്വസിക്കും നമ്മൾ? ഇതിലൂടെ എങ്ങനെ ഒരു വാഹനം കൊണ്ട് പോകും? എങ്ങനെ യാത്രക്കാരെയും കൊണ്ട് പോകും? നടക്കില്ല. ഇത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആൾ അടിയിൽ പോയി അങ്ങ് ഗർത്തത്തിലേക്ക് പോകാതിരുന്നത്. ഇത് വളരെ വളരെ ശോചനീയമായ അവസ്ഥയാണ്. വളരെ നിരുത്സാഹമായ ഒരു പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അധികാരികളുടെ ഭാഗത്തുനിന്ന് വളരെ വീഴ്ചയാണ് എന്ന കാര്യത്തിൽ അടിയുറച്ച് ഞാൻ പറയുന്നു. ഇത് വളരെ അപാകതയാണ്. അവരെ അത് ശരിയായ രീതിയിലല്ല നടത്തിയിരിക്കുന്നത്. 3 മീറ്ററോളം താഴ്ചയിലാണ് നഗര റോഡിൽ ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത്. 1.5 വർഷങ്ങൾക്ക് മുൻപ് സമാനമായ രീതിയിൽ ഗർത്തം രൂപപ്പെട്ട സ്ഥലത്ത് തന്നെയാണ് വീണ്ടും വലിയ ഗർത്തം രൂപപ്പെട്ടത്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.